പിണറായിത്തോടെ യുദ്ധം പ്രഖ്യാപിച്ചും UDF നേതാക്കളോട് മാപ്പ് പറഞ്ഞും അൻവർ TMCയിലേക്ക്. VD സതീഷിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് CPM പറഞ്ഞിട്ടാണെന്നും അൻവർ പറഞ്ഞു. പിണറായിസത്തിന്റെ അവസാനത്തെ ആണിക്കല്ലാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നും അൻവർ പറഞ്ഞു. TMCയുടെ കേരള സ്റ്റേറ്റ് കൺവീനറായാണ് അൻവറിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം. രാജ്യപ്രഖ്യാപനത്തിനു പിന്നാലെ UDF നേതാക്കളോട് മാപ്പ് പറഞ്ഞ് UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചും LDFനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയുമാണ് അൻവറിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം. VD സതീഷിനെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചത് CPIM നേതാക്കളും P ശശിയും പറഞ്ഞിട്ടാണെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആരാകണമെന്ന് സ്വന്തം നിലയ്ക്ക് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. മലയോര മേഖലയിൽ ഏറ്റവുമധികം പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവരായതിനാൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മളുടെ പാർട്ടി നിലപാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ് UDFന്റെ നിലപാട് എന്താ പറയാ വിവരിക്കേണ്ടത്. അതിലിപ്പോ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായി സെറ്റ് കേരളത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണനും എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ചു കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. പുതിയ രാഷ്ട്രീയ തട്ടകത്തിലേക്ക് ചേക്കേറുമ്പോഴും സംസ്ഥാനത്ത് പിണറായിസത്തിന്റെ ആണിക്കല്ലൂരണമെന്നതാണ് അൻവറിന്റെ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിന്റെ അവസാനമാകുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു. ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാട് അതാണ്. ഇപ്പോ മിനിയാന്ന് ബഹുമാനപ്പെട്ട ക്ലീമിസ് തിരുമേനി വരെ അവിടെ ഉണ്ട്. അപ്പൊ ലീഗിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ്. അപ്പൊ ആ ലീഗിനെയും ആ തങ്ങളെയാണ് ഇപ്പൊ പിണറായി വർഗീയവാദിയാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. RSSകാർ പറയില്ല. RSSകാർ അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കണ്ടേ. അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ RSSുമായും എന്താ പറയാ STPയുമായും ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത്? പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി? മുസ്ലിം ലീഗും അതും പോട്ടെ, ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളടക്കം എന്തായി? വർഗീയവാദിയായി. അതിനെന്താ പറയുന്നത്? ഒന്നുകൂടി അടിവരടുന്നത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ആ ചോദ്യം, മുസ്ലിം ലീഗ് ഈസ് എ സോഫ്റ്റ് പാർട്ടി, അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും ഒരു സോഫ്റ്റ് നിലപാടാണ്. അവര് എന്നോടും ആ സോഫ്റ്റ് നിലപാട് എടുക്കുന്നുണ്ട്. നിലമ്പൂരിൽ വിജയിപ്പിച്ച വോട്ടർമാരോടും സഭയിലെത്തിച്ച LDF നേതാക്കളോടും നന്ദി പറഞ്ഞു തുടങ്ങിയ വാർത്താസമ്മേളനം പതിയെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള രൂക്ഷ വിമർശനമായി മാറി. പുതിയ തട്ടകത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം കൺവീനറായാണ് അൻവർ എത്തുന്നത്. അൻവറിന് ഇടതുപക്ഷത്തോടുള്ള വിരുദ്ധത പ്രചാരണായുധമാക്കാൻ തന്നെയാകും തൃണമൂലിന്റെയും പദ്ധതി. അതേസമയം ഇന്ത്യ സഖ്യത്തിലെത്തുമ്പോൾ തൃണമൂലിന് കോൺഗ്രസിനോടുള്ള അപ്രിയത്വവും അൻവറിന് UDFനോടുള്ള താൽപര്യവും ഒരേ ദിശയിലാകുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കേരള വിഷൻ, തിരുവനന്തപുരം.